കൊച്ചു ടിവിയിലെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ വിനീതമായ സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ പുതിയ കാവിലെ KS പുരം പൗരസമിതിയുടെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടിയിലേക്കാണ്. അപ്പോൾ ഓണത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും ഓരോരോ കാഴ്ചപ്പാടുകളൊക്കെയാണ്. നമ്മുടെ ദേശീയോത്സവമാണ് ഓണം. അപ്പൊ ഏഞ്ചൽ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്റെ ഓണാഘോഷങ്ങൾ എങ്ങനെയാണ്? എൻ്റെ ഓണാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സെറ്റും കൊണ്ടും ഒക്കെ എടുത്തത് ഈ ആൻറ്റിമാരൊക്കെ നല്ല സുന്ദരി മലയാളി മങ്കുകളായി നിൽക്കുന്നത് പോലെയുള്ളതാണ് എൻ്റെ ഒരു ആദ്യത്തെ ഓണാഘോഷം. അതിനുശേഷം മാവേലി മന്നനാണ്. നമുക്ക് ഓണത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സെറ്റ് സാരി, മാവേലി മന്നൻ, പിന്നെ പൂക്കളം. വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ പൂക്കളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കൊച്ചു കൂട്ടുകാരന്മാര്. അപ്പോൾ സെറ്റ് സാരിയൊക്കെ എടുത്ത് നമ്മുടെ കൂട്ടുകാരികൾ വളരെ മനോഹരമായി തന്നെ ഇവിടെ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാവേലി മന്നൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഇവിടെയുള്ള മത്സരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ആർക്കും അറിയില്ല. അപ്പൊ ഞാൻ തന്നെ പറയാം. നമ്മുടെ കൊല്ലം ജില്ലയിലെ 2 നാട്ടിൻപുറങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവിടെ ഇന്ന് നമ്മൾ മത്സരങ്ങൾ നടത്തുക. അപ്പോൾ നമ്മുടെ മത്സരങ്ങൾ നടത്തുന്നത് 2 ടീമായിട്ടാണ്. ഒന്ന് പുതിയ കാവ് ടീമും ഒന്ന് പുത്തൻതെരുവ് ടീമും. നല്ലൊരു കൈയടി കൊടുത്തേ. പുതിയ കാവ് ടീമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചു സുന്ദരികള് നിങ്ങളുടെ മുൻപിലായി ഒരു തിരുവാതിര അവതരിപ്പിക്കുന്നു. അടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആലായ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാലായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം. കുളിപ്പാലായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം. ആലായ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. അപ്പൊ നമ്മുടെ തിരുവാതിരകളി എങ്ങനെയുണ്ടായിരുന്നു? ഒരു പവർ ഇല്ല. ഒന്ന് ഉറക്കെ കൈയടിച്ചെല്ലാരും. അതാണ്. അടുത്തതായിട്ട് നമ്മൾക്ക് 2 ടീമിൽ നിന്നും നമ്മുടെ സുന്ദരന്മാരും സുന്ദരിമാരുമായ കുട്ടികൾ ഒരുമിച്ച് ചേർന്ന് ഒരു കർഷക പാട്ടാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനു മുൻപായിട്ട് ഇത്രയും ആൾക്കാര്, ഇത്രയും കൊച്ചു കൂട്ടുകാർ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയും. അത് എന്നേക്കാൾ വേഗതയിൽ 3 പ്രാവശ്യം ആര് പറയുന്നു അവരെ കാത്ത് ഒരു ഓണ സമ്മാനം ഇരിക്കുന്നുണ്ട്. അപ്പോൾ തട്ടനിട്ട സുന്ദരികുട്ടി ഇതേ എൻ്റെ അടുത്തുണ്ട്. ഞാൻ പേര് ചോദിക്കാം. പേരെന്താണ്? ആസ്മിൻ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th പഠിക്കുന്ന ആസ്മിയോടാണ് എൻ്റെ ചോദ്യം. ടെൻഷൻ ഉണ്ടോ? ഇല്ലല്ലേ, കുറച്ച് തിരി പടേ. അപ്പൊ ചോദ്യം ഇതാണ്: കിളിരൂരുരുളി വാലുരുളി, വാലുരുളിയിലൊരു ചോറുരുള. ഇത് 3 പ്രാവശ്യം പറയണം. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ആസ്മി നമുക്ക് വേണ്ടിയിട്ട് പറയാൻ പോകുന്നത് നമുക്ക് കേൾക്കാം കേട്ടോ. കിളിരൂരുരുളി വാലുരുളി, വാലുരുളിയിലൊരു ചോറുരുള. കിളിരൂരുരുളി വാലുരുളി, വാലുരുളിയിലൊരു ചോറുരുള. കിളിരൂരുരുളി വാലുരുളി, വാലുരുളിയിലൊരു ചോറ്. കിളിരൂരുരുളി വാലുരുളി, വാലുരുളിയിലൊരു ചോറുരുള. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഓക്കെ. കിളിരൂരുരുളി വാലുരുളി, വാലുരുളിയിലൊരു ചോറ്. അയ്യോ ഇല്ല, വാലുരുളി ആയി പോയി. എന്തായി? ഇനി ഞങ്ങളുടെ ടീമിൽ നിന്ന് ഒരാളായാലോ? ഞങ്ങളുടെ ടീമിൽ ഇവിടെ ശക്തന്മാരായ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് ചോദിക്കാം നമുക്ക്. ശരി ശരി. ചേച്ചി റെഡിയാണോ? റെഡിയല്ലേ? സ്പീഡിൽ 3 പ്രാവശ്യം പറയണം. ഓക്കെ അല്ലേ? ഓക്കെ. കിളിരൂരുരുളി വാലുരുളി, വാലുരുളിയിലൊരു ചോറുരുള. കിളിരൂരുരുളി വാലുരുളി, വാലുരുളിയിലൊരു ചോറുരുള. കിളിരൂരുരുളി വാലുരുളി, വാലുരുളിയിലൊരു ചോറുരുള. ഓ അടിപൊളി അടിപൊളി.
അപ്പോ ഞങ്ങളുടെ ടീമിൽ നിന്ന് ഒരാള് വളരെ എന്താ പറയാ സ്ഫുടതയോടും സ്പീഡോടും കൂടി ഞങ്ങളുടെ ടീമിൽ നിന്ന് ചേച്ചിയുടെ പേരെന്താണ്? സുഫക. അപ്പൊ സുഭഗ ചേച്ചി വളരെ എന്താ പറയാ സ്ഫുടതയോട് തന്നെ അത് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചേച്ചിക്ക് ഒരു സമ്മാനം കൊടുത്താലോ? അപ്പൊ നമ്മുടെ ആർപ്പു ഹീറോ പരിപാടിയിലെ ആദ്യത്തെ ഓണ സമ്മാനം കിട്ടുന്നത് ടീച്ചറിനാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഇപ്പൊ ഈ നാക്കുടക്കൽ മത്സരത്തിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളിലേക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം. അപ്പൊ എൻ്റെ ചോദ്യം ഇതാണ്: ദൈവത്തിന്റെ സ്വന്തം രാജ്യം ഏതാണ്? എല്ലാരും ഒരുമിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, ഉത്തരം അതുമല്ല. അമേരിക്ക. സ്വന്തം നാടിനെ കുറിച്ച് അങ്ങ് പുകഴ്ത്തി അങ്ങ് പറയാണ്. കൊല്ലമാണ് ദൈവത്തിന്റെ രാജ്യം എന്നാണ് അവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്നൊരു കുട്ടി വന്നിട്ടുണ്ട്. ഓ, പേരെന്താ? ആമിന. നമ്മുടെ ആമിനക്കുട്ടിയാണ് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ന്യൂസിലൻഡ് ആണ് ദൈവത്തിന്റെ സ്വന്തം കൺട്രി എന്ന് പറയുന്നത്. ന്യൂസിലൻഡ് ആണ്. അപ്പൊ എല്ലാരും നല്ലൊരു കൈയടി കൊടുത്തേ. ഒന്ന് ശക്തിയായിട്ട് എല്ലാരും ഒന്ന് ആർപ്പോ ഹീറോ വിളിച്ചേ. അപ്പൊ വളരെ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞ ആമിനക്കുട്ടിക്ക് സമ്മാനദാനം നിർവഹിക്കുന്നത് KS പുരം പൗരസമിതി പ്രസിഡന്റ് സുധീർ സാറാണ്. ഐശ്വര്യ ഗാർഡൻ പ്ലേ സ്കൂൾ സ്പോൺസർ ചെയ്യുന്ന സമ്മാനമാണ് നമ്മുടെ ആമിനക്കുട്ടിക്ക് ഇപ്പോൾ സാറ് കൈമാറുന്നത്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. കൺഗ്രാജുലേഷൻ ആൻഡ് താങ്ക് യു സർ. അപ്പം നമ്മുടെ ആർപ്പു ഹീറോ വളരെ ആവേശകരമായി തന്നെ ഇവിടെ മുന്നേറുകയാണ്. എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, എല്ലാവരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അടുത്തതൊരു കുസൃതി ചോദ്യമാണ്. നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ചോദ്യം ചോദിച്ചതിന് ശേഷം മൈക്ക് കൊണ്ടുവരുമ്പോൾ മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക. ചോദ്യം ഇതാണ്: ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെക്കുകയും ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയുകയും ചെയ്യുന്ന സാധനം. ആൻസർ ഞാൻ മൈക്ക് കൊണ്ടുവരുന്നവരെ മാത്രം പറയുക. അറിയില്ല. വല. കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. വല. മോളുടെ പേരെന്താ? റംസി ആണ് കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. റംസിക്ക് സമ്മാനദാനം നൽകുന്നത് SMC ചെയർമാൻ H ഷിഹാബ് ആണ്. എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്തേ. താങ്ക് യു സർ, കൺഗ്രാജുലേഷൻ. അടുത്തത് നമുക്കൊരു ഓണപ്പാട്ടായാലോ? അപ്പം ഇങ്ങനെ ഗെയിമിൻ്റെ സ്പിരിറ്റിലാണ് പുതിയ കാവും പുത്തൻ തെരുവ് ടീമും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ കൊച്ചു ഗായികമാരും ഗായകന്മാരും നമുക്ക് വേണ്ടിയിട്ട് ഓണപ്പാട്ട് പാടാൻ വേണ്ടി ഇവിടെ റെഡിയാണ്. നമുക്ക് പാടാം. റെഡിയല്ലേ? അപ്പൊ ഇവർക്ക് വേണ്ടി നല്ലൊരു കൈയടി കൊടുത്തേ. പൂക്കളമൊന്നതൊരുക്കാനായി കാവുകൾ തോറുമലഞ്ഞു ഞങ്ങൾ പൂക്കൾ തേടിയലഞ്ഞു. സിംഹപ്പുലരിയുദിച്ചു പൂമണി മുറ്റമൊരുക്കി ഞങ്ങൾ തിരുമുറ്റമൊരുക്കി ഞങ്ങൾ. പൂക്കളമൊന്നതൊരുക്കാനായി കാവുകൾ തോറുമലഞ്ഞു ഞങ്ങൾ പൂക്കൾ തേടിയലഞ്ഞു. അത്തമ്പത്തിനു പൊന്നോണം മുത്തശ്ശിക്കഥയോർത്തു ഞങ്ങൾ മുത്തശ്ശിക്കഥയോർത്തു. അത്തമ്പത്തിനു പൊന്നോണം മുത്തശ്ശിക്കഥയോർത്തു ഞങ്ങൾ മുത്തശ്ശിക്കഥയോർത്തു. ഓണക്കോടികൾ സ്വപ്നം കണ്ടങ്ങോരോ രാവു പൊലിഞ്ഞു ഓണനിലാവു തെളിഞ്ഞു. ഓണക്കോടികൾ സ്വപ്നം കണ്ടങ്ങോരോ രാവു പൊലിഞ്ഞു ഓണനിലാവു തെളിഞ്ഞു. തന്താനേ തന്താനേ തന തന്തിന്നാനോ തന്താനേ തന്താനേ തന തന്തിന്നാനോ തന്താനേ തന്താനേ തന തന്തിന്നാനോ തന്താനേ തന്താനേ തന തന്തിന്നാനോ. ഓണപ്പാട്ടും കളികളുമായി ഓടി നടന്നു ഞങ്ങൾ തൃക്കാക്കരയപ്പനെ വരവേൽക്കാൻ. ഓണപ്പാട്ടും കളികളുമായി ഓടി നടന്നു ഞങ്ങൾ തൃക്കാക്കരയപ്പനെ വരവേൽക്കാൻ. പച്ചടി കിച്ചടിയോലനുമായി സദ്യയൊരുക്കി അമ്മ തിരുവോണ സദ്യയൊരുക്കി. പച്ചടി കിച്ചടിയോലനുമായി സദ്യയൊരുക്കി അമ്മ തിരുവോണ സദ്യയൊരുക്കി. വളരെ മനോഹരമായ
ഒരു ഗാനമാണ് നമുക്ക് നമ്മുടെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും നമുക്ക് കേൾപ്പിച്ചത്. അപ്പൊ എല്ലാരും നല്ലൊരു കൈയടി കൊടുത്തേ. ആർപ്പോ ഓക്കെ, അടിപൊളിയാണ്. തിരുവാതിരക്കളിയും കൊയ്ത്തുപാട്ടും ചിങ്ങപ്പാട്ടും എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇടയിലേക്ക് ഒരു ഗ്രൂപ്പ് സോങ്ങുമായിട്ട് നമ്മുടെ കൊച്ചു കൂട്ടുകാർ കടന്നു വരികയാണ്. തിരുവോണക്കാഴ്ചയുമായി ഓണനിലാവാടിയാടി വന്നെത്തി ചിങ്ങത്തിൽ. തൃക്കാക്കരയപ്പനിന്ന് തിരുവോണക്കാഴ്ചയുമായി ഓണനിലാവാടിയാടി വന്നെത്തി ചിങ്ങത്തിൽ. മലയാള മണ്ണിനെയാകെ പുളകിതയാക്കിയിടാനായി കൈകൊട്ടിപ്പാടിക്കൊണ്ടീ തിരുവോണം വന്നെത്തി. തൃക്കാക്കരയപ്പനിന്ന് തിരുവോണക്കാഴ്ചയുമായി ഓണനിലാവാടിയാടി വന്നെത്തി ചിങ്ങത്തിൽ. തൃക്കാക്കരയപ്പനിന്ന് തിരുവോണക്കാഴ്ചയുമായി ഓണനിലാവാടിയാടി വന്നെത്തി ചിങ്ങത്തിൽ. തൃക്കാക്കരയപ്പനിന്ന് തിരുവോണക്കാഴ്ചയുമായി ഓണനിലാവാടിയാടി വന്നെത്തി ചിങ്ങത്തിൽ. മലയാള മണ്ണിനെയാകെ പുളകിതയാക്കിയിടാനായി കൈകൊട്ടിപ്പാടിക്കൊണ്ടീ തിരുവോണം വന്നെത്തി. തൃക്കാക്കരയപ്പനിന്ന് തിരുവോണക്കാഴ്ചയുമായി ഓണനിലാവാടിയാടി വന്നെത്തി ചിങ്ങത്തിൽ. തൃക്കാക്കരയപ്പനിന്ന് തിരുവോണക്കാഴ്ചയുമായി ഓണനിലാവാടിയാടി വന്നെത്തി ചിങ്ങത്തിൽ. വന്നെത്തി ചിങ്ങത്തിൽ, വന്നെത്തി ചിങ്ങത്തിൽ. ഇനിയിപ്പോ നമ്മള് ഗെയിം സെക്ഷനിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും ഇൻട്രസ്റ്റ് അല്ലേ? കുടം തള്ളൽ മത്സരമാണ്. എല്ലാവരും റെഡി അല്ലേ? അതെ. അപ്പൊ നമ്മൾ ഈ മത്സരം നടത്തുന്നത് 2 ടീമുകളാണ്. 2 ടീമുകളിൽ നിന്ന് ഓരോ ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും നമ്മളെ റെപ്രസെന്റേറ്റ് ചെയ്ത് വരും. പുതിയ കാവിന് റെഡി അല്ലേ? നിങ്ങൾക്ക് സമ്മാനം ഉറപ്പല്ലേ? ഉറപ്പല്ലേ? 2 ടീമുകാർക്കും ഒരുപോലെ ഉറപ്പാണ്, ഞാൻ സമ്മാനം മേടിക്കും, ഞങ്ങളുടെ റെപ്രസെന്റേറ്റീവ് സമ്മാനം മേടിക്കുമെന്ന്. അപ്പോൾ ഇവിടെ ആരാണ് റെപ്രസെന്റേറ്റ് ചെയ്ത് വരുന്നത്? ഓക്കെ, ഒരു തട്ടോട്ടൊരു കുട്ടി വന്നിട്ടുണ്ട്. പേരെന്താണ്? അൻസിയാണ് പുതിയ കാവിനെ റെപ്രസെന്റേറ്റ് ചെയ്ത് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി പുത്തൻതെരുവിൽ നിന്നും ആരാണ് അമല? യാസിയാണ് പുത്തൻതെരുവിനെ റെപ്രസെന്റ് ചെയ്ത് വരുന്നേക്കുന്നത്. ഇവിടെ രണ്ട് നാള് എന്നതിനേക്കാൾ ഉപരി ഒരു ആൺശക്തിയും ഒരു പെൺശക്തിയും തുല്യ രീതിയിലാണ് മത്സരിക്കാൻ പോകുന്നത്. എന്തായാലും ഇവിടെ എനർജി കൂടിയ മത്സരം തന്നെയായിരിക്കുന്നത് നമുക്ക് ഉറപ്പാണ്. നമുക്കപ്പോ മത്സരം തുടങ്ങാം. റെഡി അല്ലേ? ആർപ്പോ മത്സരത്തിന്റെ നിബന്ധനകൾ നമുക്കിവിടെ കറുത്ത തുണിയുണ്ട്, അത് വെച്ച് നമ്മൾ കണ്ണ് കെട്ടുന്നതായിരിക്കും. തുടർന്ന് ഇവർക്ക് കോല് കൊടുക്കും. അത് വെച്ച് താഴെ കാണുന്ന കുടം ആദ്യം തല്ലി പൊട്ടിക്കുന്നു അയാളായിരിക്കും വിജയ്. ആർപ്പോ ആർപ്പോ. അപ്പൊ നമ്മുടെ ഗെയിം സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും വളരെ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ് ആരായിരിക്കും മുറിയടിക്കുക എന്നുള്ളത്. റെഡി? 1 2 3 സ്റ്റാർട്ട്. പുത്തൻ തെരുവിനെയും പുതിയ കാവിനെയും ഇനി റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് ഈ സ്കൂളിലെ 2 സാറുമാരെയും ഞാൻ സസന്തോഷം ക്ഷണിക്കുകയാണ്. ഒരു വലിയ കൈയടി കൊടുത്തേ. പിള്ളേരൊക്കെ ഭയങ്കര ആർപ്പുവിളിയിലാണ്. ഇത് ഇനി ആര് ജയിക്കുമെന്ന് നമ്മൾ കണ്ടറിയണം. കാരണം 2 മാഷുമാരും തമ്മിലുള്ള ഭയങ്കര യുദ്ധം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്.
ടീം എന്നത് മാറി ഇപ്പൊ അധ്യാപകർ തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇവരുടെ പേരും ഇവർ പഠിപ്പിക്കുന്ന സബ്ജക്ട് ഏതാണെന്നൊക്കെ ചോദിച്ചറിയാം. സാറിന്റെ പേരെന്താണ് സാർ? എൻ്റെ പേര് സജു. 7A ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് പഠിപ്പിക്കും. ഓക്കെ, സാറിന്റെ പിള്ളേർക്കൊന്ന് കൈയടിച്ചേ. നമുക്ക് സാറിനെ പരിചയപ്പെടാം. സാറിന്റെ പേരെന്താണ്? ബിനു. ബിനു സാറാണ് നമ്മുടെ ഇവിടെ പുതിയ കാവിനെ റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുന്നത്. സാറിന്റെ സബ്ജക്ട് മാത്സ്. എല്ലാ ക്ലാസ്സുകളും പഠിപ്പിക്കുന്നു. 6ാം ക്ലാസ്സിലെ മാത്സ് പഠിപ്പിക്കുന്ന ബിനു സാറാണ്. നല്ലൊരു കൈയടി കൊടുക്ക. സാറുമാര് നമ്മളോട് പഠിപ്പിക്കുന്ന വിഷയം പറഞ്ഞു, സാറുമാരുടെ പേര് പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഈ മോളോട് ചോദിക്കാം, ഈ സാറ് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ആരൊക്കെയാണ് ഈ സാറുമാര് പഠിപ്പിക്കുന്നത്? ചുണക്കുട്ടനോട് നമുക്ക് ചോദിക്കാം. ഇതില് 2 സാറുമാരും പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഏത് സാറാ പഠിപ്പിക്കുന്നത്? ബിനു സാർ എങ്ങനെ, പാവമാണോ? തല്ലാറുണ്ടോ? തല്ലാറുണ്ട്. ഇല്ല, കൊച്ചിന് അബദ്ധം പറ്റിയതാ. സാറാരും അങ്ങനെ തല്ലാറൊന്നുമില്ല. ഇനി ഇവിടെയോ? സാർ ആരെയും തല്ലത്തില്ല കേട്ടോ. സാർ ആരെയും തല്ലത്തില്ല. നമുക്ക് ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. ഞങ്ങളുടെ പുത്തൻതെരുവിലെ ആൾക്കാർക്ക് എന്താ പറയാനുള്ളത് ചോദിച്ചു നോക്കാം. ഏത് സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി സാറിന്റെ പ്രത്യേകതകള്. നമ്മുടെ പുത്തൻതെരുവിലെ പിള്ളേരൊക്കെ സാറിന് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ നമുക്ക് ആര് ജയിക്കുമെന്ന് നോക്കാം. അപ്പൊ സാറിന് നന്നായിട്ട് ചിയർ ചെയ്ത് ആരാ ജയിക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. നമ്മുടെ ഗെയിം സെക്ഷൻ ഇവിടെ ഏറ്റവും ആവേശകരമായ ഗെയിം സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. വളരെ ആവേശകരമായ രീതിയിലാണ് ഇവിടെ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ തല്ലുന്നൊക്കെ തോന്നുന്നത്. നമ്മുടെ കണക്ക് സാറ് മാത്സ് ഒക്കെ വരച്ചു നോക്കുന്നുണ്ട്. സോഷ്യൽ സയൻസ് സാർ ഇങ്ങനെ അടിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കണക്ക് സാർ ഇപ്പൊ തന്നെ കുടം തല്ലും. ഉറപ്പായിട്ടും കുടം തല്ലും. ഉറപ്പാണ്. പരാജയപ്പെട്ടു. വീണ്ടും സോഷ്യൽ സയൻസ് സാർ മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം നിങ്ങൾ തല്ലരുത്. പോരട്ടെ. സോഷ്യൽ സയൻസോ മാത്സോ? പരസ്പരം നിങ്ങൾ തല്ലരുത്. കുടമാണ് തല്ലുന്നത്. ഭൂമിയുടെ ഓരോ സ്പന്ദനവും നിലനിൽക്കുന്ന മാത്സ് ആണോ? സോഷ്യൽ സയൻസ് സാറിൽ നിന്നും ജസ്റ്റ് മിസ്സായിക്കൊണ്ട് മാത്സ് സാർ വീണ്ടും കുറ്റടിച്ചുകൊണ്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വാശിയേറിയ മത്സരത്തിൽ ഇരു കരകളും തമ്മിൽ ചേർന്ന് നടത്തിയ ഈ മത്സരത്തിൽ വിജയിയായിരിക്കുന്നത് പുത്തൻതെരുവിലെ നമ്മുടെ സോഷ്യൽ സയൻസ് സാറാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഉറിയുടെ സൈഡ് ഒടിച്ചു പൊട്ടിച്ച് നമ്മുടെ കണക്ക് സാറിന് ഒരു കൈയടി കൊടുത്തേ. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ബിനു സാറ് ഇവിടെ മുറ്റടിക്കുമായിരുന്നു. നന്നായിട്ട് സാറ് മുറ്റടിച്ചു. അപ്പൊ സാറിന് അതിൽ നല്ലൊരു ഭാവി നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ സജു സാറാണെങ്കിൽ നന്നായിട്ട് ഹീറോ ആണ്. നന്നായിട്ട് അങ്ങ് നടന്ന് മടക്കി കുത്തി നിന്നെ എന്റെ കൈ കിട്ടിയാൽ ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി നടന്ന് അവസാനം കല പിടിച്ച സാറാണ് നമ്മുടെ
എന്തായാലും നമ്മുടെ വിജയിയായ സാറിന് സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ വാർഡ് മെമ്പർ സുദർശൻ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സാറ് നമ്മുടെ സോഷ്യൽ സയൻസ് സാറിന് സമ്മാനം കൈമാറുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ച്. നമ്മുടെ അടുത്ത മത്സരം എന്ന് പറയുന്നത് ചാക്കിലോട്ടമാണ്. 3 ചുണക്കുട്ടികളാണ് ഇവിടെ റെഡിയായി നിൽക്കുന്നത്. നമുക്ക് ഇവരുടെ പേര് ചോദിക്കാം. പേരെന്താണ്? അബീസ് ആണ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th പഠിക്കുന്ന അബീസ്. അൽ അമീൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th. അവിടെ അജാസ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3 പേരും ഇഞ്ചോടിഞ്ച് ഒരേ പ്രായം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 പേരും തമ്മിലാണ് ഇന്നത്തെ സെമി ഫൈനൽസ് മത്സരം ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും ഒന്ന് കൈയടിച്ചേ. മത്സര നിബന്ധന എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ചാക്കിൽ ആയിട്ട് ചാടി നമ്മൾ അവിടെ വരച്ചിരിക്കുന്ന വൈറ്റ് ലെവൽ ക്രോസ് ചെയ്യുന്ന ആരാണോ അയാളായിരിക്കും ഫസ്റ്റ് വിന്നർ. അതുപോലെ തന്നെ നിങ്ങൾ ചാടാൻ നേരത്തെ നിലത്ത് വീണ അത് ഫൗളാണ്. നിലത്ത് വീഴാതെ അവിടെ ഫസ്റ്റ് എത്തണം. ഇതാണ് നിബന്ധന. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. എല്ലാരും റെഡി അല്ലേ? ആർപ്പോ റെഡി? 1 2 3 സ്റ്റാർട്ട്. up 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 1 2 3 start. up 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 up. വളരെ വാശിയേറിയ മത്സരമായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിന്റെ ഫൈനൽസ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അബീസും ആദിദേവും അതിലുപരി 7ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ ഫൈനൽസിൽ മത്സരിക്കാൻ പോകുന്നത്. നമുക്കപ്പോൾ ഫൈനൽസ് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. സമ്മാനം നൽകുന്നതിന് വേണ്ടി പൗരസമിതി പ്രസിഡന്റ് KS പുരം സുധീർ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. സാറ് ആദിദേവിന് സമ്മാനം കൈമാറുന്നു. എല്ലാവരും കൈയടിച്ചേ. ഒപ്പം തന്നെ ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ മത്സരിച്ച 2ാം സ്ഥാനത്തെത്തിയ അബീസിന് സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ PTA മെമ്പറായ റഹീം സാറിനെ സ്വാഗതം ചെയ്യാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. വളരെ മനോഹരമായി ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ച പൗരസമിതിക്കും സ്കൂൾ ടീച്ചേഴ്സിനും PTA മെമ്പേഴ്സിനും എല്ലാവർക്കും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾ കൊച്ചു TVയുടെ സ്നേഹോപകാരം പൗരസമിതി അംഗങ്ങൾക്ക് കൈമാറുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിൻ us.